നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. കൊല്ലവർഷം 1199 കർക്കടക മാസം 32-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാട നക്ഷത്രം 2-ാം പാദത്തിൽ ധനുക്കൂറിലാണ് ചിങ്ങരവി സംക്രമം സംഭവിക്കുന്നത്. ഈ മാസത്തിൽ സ്വാഭാവികമായും സൂര്യൻ ചിങ്ങത്തിലും, ചൊവ്വ ഓഗസ്റ്റ് മാസം 26 വരെ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും, ബുധൻ ഓഗസ്റ്റ് 22 കർക്കിടകത്തിലും സെപ്റ്റംബർ 4 ചിങ്ങത്തിലും പ്രവേശിക്കും. ശുക്രൻ സെപ്റ്റംബർ 4 കന്നിയിലേക്ക് പ്രവേശിക്കും. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഈ മാസം ഗ്രഹപ്പകർച്ച ഉണ്ടാവില്ല. സംക്രമ സമയത്ത് ഭാഗ്യധാരക സ്ഥിതി മകം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലാണ്. അതനുസരിച്ച് സ്റ്റെല്ലാർ അസ്ട്രോളജി കൂടി ഉൾപ്പെടുത്തി ഗണിച്ചെടുത്ത ഫലങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഓരോ വ്യക്തിയും ജനിച്ച ജനന സമയം, ലഗ്നം, അവരുടെ ദശ അപഹാരകാലങ്ങൾ, ചാരവശാൽ അനുഭവിക്കുന്ന ഫലങ്ങൾ, ഇവയെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെങ്കിലും പൊതുവായി എല്ലാവർക്കും ഓരോ നാളുകാർക്കും കൂടുതലായി അനുഭവത്തിൽ വിടാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ചതയം. ഇവർക്ക് പുതിയ സുഹൃത്ത് ബന്ധങ്ങളുണ്ടാകും. ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. തൊഴിലിനായുള്ള പരിശ്രമങ്ങളിൽ ഭാഗികമായ വിജയം കൈവരിക്കാം. മറ്റുള്ളവരിൽ നിന്ന് അപവാദം കേൾക്കേണ്ടതായി വന്നേക്കാം. അത് വളരെ ശ്രദ്ധിക്കണം. അവരവരുടെ കാര്യങ്ങൾ മാത്രം കൂടുതലായി ശ്രദ്ധിച്ച് മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ അപവാദ പ്രചരണങ്ങളൊക്കെ നടത്താതെ ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് വളരെ അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യമാണ്. മാതാവിന് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാം. ചെറിയ ഔഷധ സേവ മാതാവിന് വേണ്ടി വന്നേക്കാം. യാത്രകൾ വേണ്ടിവരും. സഹോദരങ്ങളാലോ സഹോദര സ്ഥാനീയരാലോ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവാം. പ്രേമവിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല ഫലമാണ് ഉണ്ടാവുക. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയും ചെയ്യും. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി മഹാഗണപതിയെയാണ് ഭജിക്കേണ്ടത്. മാസത്തിൽ ഒരു ദിവസമെങ്കിലും ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തിക്കുന്നത് നല്ലതാണ്. നിത്യേന വീട്ടിൽ തന്നെ നിലവിളക്ക് കൊളുത്തി ഗണപതി അഷ്ടോത്തര ജപം നടത്തുന്നത് ഇവർക്ക് വളരെയധികം ഗുണപ്രദമായ കാര്യമാണ്.